ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ലിറ്റററി ഇൻഫ്ലുവൻസസ് ഓൺ ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമ. അപ്പോൾ ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ഡ്രാമയിലെ വ്യത്യസ്തമായിട്ടുള്ളതായ ലിറ്റററി ഇൻഫ്ലുവൻസ്, സാഹിത്യപരമായിട്ടുള്ളതായ സ്വാധീനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിറ്റററി ഇൻഫ്ലുവൻസസ് ഓൺ ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമ. ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമയിലെ വ്യത്യസ്തമായ സാഹിത്യപരമായ സ്വാധീനതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇൻട്രൊഡക്ഷൻ, ആമുഖം. ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമ ഡെവലപ്ഡ് ഓവർ എ ലോങ് പീരീഡ്. ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമ ഡെവലപ്ഡ്, അതെങ്ങനെയാണത് ആ ഒരു ഡ്രാമ എന്ന തലത്തിലേക്ക് എത്തപ്പെട്ടത്? ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഒരുപാട് കാലഘട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് ശേഷമാണ് ആ ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമ ആ തലത്തിലേക്ക് എത്തപ്പെട്ടത്. നമ്മൾ എവല്യൂഷൻ അനുസരിച്ച് എന്താണ് മനുഷ്യൻ ഇന്ന് ഈ രീതിയിലേക്ക് ആയത് ഒരുപാട് വർഷത്തെ പരിണാമത്തിന് ശേഷം എന്നൊക്കെ പറയാറില്ല. അതുപോലെ ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമയും ദീർഘകാലത്തെ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ പല രീതിയിലുള്ളതും പല തരത്തിലുള്ളതായ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയാണ് ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമ ഈ തലത്തിലേക്ക് എത്തപ്പെട്ടത്. അത് വാസ് ഷെയ്പ്ഡ് ബൈ, അതിനെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. കൾച്ചറൽ, റിലീജിയസ് ആൻഡ് ലിറ്റററി ട്രഡീഷൻസ്. കൾച്ചറൽ, സാംസ്കാരികവും റിലീജിയസ്, മതപരവും, അതോടൊപ്പം തന്നെ ലിറ്റററി, സാഹിത്യപരമായ പാരമ്പര്യങ്ങളെല്ലാം ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് എ സിംഗിൾ സോഴ്സ്, ബട്ട് അതെന്താണ്, ഒറ്റ കാര്യം അല്ലെങ്കിൽ ഒരു സോഴ്സ്, ഒരു സിംഗിൾ സോഴ്സിൻ്റെ റിസൾട്ട് അല്ല, ബട്ട് എ കോമ്പിനേഷൻ ഓഫ് മെനി ഇൻഫ്ലുവൻസസ് ദാറ്റ് ഗേവ് ഇറ്റ് എ യുണീക്ക് ഐഡൻറ്റിറ്റി. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെനി ഇൻഫ്ലുവൻസസ്, പലതിൻ്റെയും സ്വാധീനം കൊണ്ടാണ് അത് ഈ തലത്തിലേക്ക് എത്തപ്പെട്ടത്. മെയിൻ ഇൻഫ്ലുവൻസസ്, ഒന്ന് വേദിക് ട്രഡീഷൻ, വേദ പാരമ്പര്യം. ദ ഏർലിയസ്റ്റ് ഇൻഫ്ലുവൻസ് കംസ് ഫ്രം ദ വേദിക് പീരീഡ്. അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായുള്ളതായ സ്വാധീനതകൾ എവിടെ നിന്നാണ് വന്നത്? സ്വാധീനങ്ങൾ വന്നത് വേദിക് കാലഘട്ടത്തിൽ നിന്നാണ്. എന്തൊക്കെയാണ്? ഡയലോഗ്, ഹിംസ് ആൻഡ് റിച്വൽ പെർഫോമൻസസ്. റിച്വൽ എന്ന് വെച്ചാൽ എന്താണ്, ആ രീതികൾ, ഓരോ റിച്വൽ കാര്യങ്ങൾ ചെയ്യുന്നതായ, അനുഷ്ഠിക്കുന്നതായ അനുഷ്ഠാനങ്ങൾ, റിച്വൽ പെർഫോമൻസസ് ഫൗണ്ട് ഇൻ ദ വേദാസ് പ്രൊവൈഡഡ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് ഫോർ ഡ്രമാറ്റിക് എക്സ്പ്രഷൻ. അപ്പോൾ വേദ കാലഘട്ടത്തിലുണ്ടായിരുന്നതായ ഡയലോഗ്സ്, ഹിംസ്, അതോടൊപ്പം തന്നെ റിച്വൽ പെർഫോമൻസസ്, ഇതെല്ലാം ബേസിക് ഫൗണ്ടേഷൻ ഓഫ് ദ ഡ്രമാറ്റിക് എക്സ്പ്രഷൻ്റെ ബേസിക് ഫൗണ്ടേഷനായിട്ട് മാറ്റപ്പെട്ടു. രണ്ട്, എപ്പിക്സിൻ്റെ സ്വാധീനം. ഏതൊക്കെയാണ് എപ്പിക്സുകൾ? മഹാഭാരത ആൻഡ് രാമായണം. ദ ഗ്രേറ്റ് എപ്പിക്സ് കോൺട്രിബ്യൂട്ടഡ് റിച്ച് സ്റ്റോറീസ്. ഗ്രേറ്റ് എപ്പിക്സ് ആയിട്ടുള്ളതായ രാമായണവും മഹാഭാരതവും കോൺട്രിബ്യൂട്ടഡ് എന്താണ്? റിച്ച് സ്റ്റോറീസ്, നല്ല സ്റ്റോറീസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ റിച്ച് സ്റ്റോറീസ്, സ്ട്രോങ് ക്യാരക്ടേഴ്സ്, സ്ട്രോങ് ക്യാരക്ടേഴ്സ്, അതോടൊപ്പം തന്നെ എന്താണ്, ആൻഡ് മോറൽ തീംസ്, അതോടൊപ്പം മോറൽ തീംസും ഈ എപ്പിക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തു. ദീസ് നറേറ്റീവ്സ് ഹെൽപ്ഡ് ഇൻ ഷേപ്പിംഗ് പ്ലോട്ട്സ് ആൻഡ് ക്യാരക്ടർ ടൈപ്സ് ഇൻ ഡ്രാമ. ഈ നറേറ്റീവ്സ് എന്ത് ചെയ്തു? ഹെൽപ്ഡ് ഇൻ ഷേപ്പിംഗ് പ്ലോട്ട്സ് ആൻഡ് ക്യാരക്ടർ ടൈപ്സ് ഇൻ ഡ്രാമ. മൂന്നാമത്തെ സ്വാധീനം നാട്യശാസ്ത്രം. നാട്യശാസ്ത്രം എഴുതിയത് ഭാരതമുനിയാണ്, അല്ലേ? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഡ്രാമ. ഇന്ത്യൻ ഡ്രാമയിലെ ഏറ്റവും പ്രാമുഖ്യമുള്ളതായ ഡെവലപ്മെൻറ്റ് വന്നത് എന്തിലാണ്? നാട്യശാസ്ത്ര ബൈ ഭരതമുനി. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ കൂടെയാണ്. ഇറ്റ് ഗീവ്സ് റൂൾസ് അബൌട്ട്, അത് എന്തിനെക്കുറിച്ചൊക്കെയുള്ള നിയമങ്ങൾ നൽകുന്ന? ആക്ടിങ്, എങ്ങനെ അഭിനയിക്കണം, സ്റ്റേജ് ക്രാഫ്റ്റ്, സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യണം, ഇമോഷൻസ്, വികാരങ്ങൾ, രസം, ആൻഡ് ഡ്രമാറ്റിക് സ്ട്രക്ചർ, മേക്കിംഗ് ഇറ്റ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ തിയേറ്റർ. അപ്പോൾ അടുത്തത് നാട്യശാസ്ത്ര. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഡ്രാമ ഇസ് ദ നാട്യശാസ്ത്ര ബൈ ഭരതമുനി. അതെന്തൊക്കെ നൽകുന്നുണ്ട്? ഇറ്റ് ഗീവ്സ് റൂൾസ് അബൌട്ട് ആക്ടിങ്, സ്റ്റേജ് ക്രാഫ്റ്റ്, ഇമോഷൻസ് ആൻഡ് ഡ്രമാറ്റിക് സ്ട്രക്ചർ, മേക്കിംഗ് ഇറ്റ് ദ ഫൗണ്ടേഷൻ ഫോർ ക്ലാസിക്കൽ ഇന്ത്യൻ തിയേറ്റർ. അടുത്ത് ഗ്രീക്ക് ഇൻഫ്ലുവൻസസ്. അത് ഡിബേറ്റബിൾ ആണ്, അത് തർക്കമുള്ള കാര്യമാണ്. സം സ്കോളേഴ്സ്, ചില പണ്ഡിതന്മാർ, ലൈക്ക് ആൽബ്രെക്റ്റ് വെബറിനെ പോലുള്ളതായ പണ്ഡിതന്മാർ സജസ്റ്റഡ് ദറ്റ്, അവർ പറയുകയാണ്, ഗ്രീക്ക് തിയേറ്റർ ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ ഡ്രാമ. ഇന്ത്യൻ ഡ്രാമ എന്തിനാൽ സ്വാധീനിക്കപ്പെട്ടെന്ന്? ഗ്രീക്ക് തിയേറ്ററിനാൽ സ്വാധീനിക്കപ്പെട്ടെന്ന്. അതൊരു തർക്ക വിഷയമാണ്. എസ്പെഷ്യലി ഇൻ സ്ട്രക്ചേഴ്സ് ലൈക്ക് ആക്ട്സ് ആൻഡ് സീൻസ്. ആക്റ്റുകളും സീനുകളിലുമൊക്കെ ഗ്രീക്ക്
ഡ്രാമയുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ ഡ്രാമയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഹവോവർ ഇന്ത്യൻ ഡ്രാമ റിമൈൻ ഡിഫറെൻറ്റ്. എന്നാൽ ഇന്ത്യൻ ഡ്രാമയിൽ ചില കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇറ്റ് അവോയ്ഡഡ് ട്രാജിക് എൻഡിങ്സ്. ഇന്ത്യൻ ഡ്രാമയിൽ ട്രാജിക് എൻഡിങ്സ് ഇല്ല. ദുഃഖപര്യവസാനിയായതല്ല ഇന്ത്യൻ നാടകങ്ങൾ. കോമഡിയാണ് സന്തോഷപര്യവസായിയായത്. ആൻഡ് ഇൻക്ലൂഡഡ് ഡിവൈൻ എലമെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ കുറച്ച് നോട്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ഗ്രീക്ക് ഡ്രാമയിൽ അതിൻ്റെ നിയമം അനുസരിച്ച് 3 കാര്യങ്ങൾ പ്രാധാന്യമുള്ളതാണ്. യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ആക്ഷൻ. അതായത് യൂണിറ്റി ഓഫ് ടൈം എന്ന് വെച്ചാൽ സ്റ്റോറി ഹാപ്പൻസ് വിത്തിൻ 1 day, ഒറ്റ ദിവസം കൊണ്ടായിരിക്കണം കഥ നടക്കേണ്ടത്. യൂണിറ്റി ഓഫ് പ്ലേസ്, കഥ ഒരേ സ്ഥലത്തായിരിക്കണം. യൂണിറ്റി ഓഫ് ആക്ഷൻ, ഒരു മെയിൻ പ്ലോട്ട് മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ ഡ്രാമ ബേസ്ഡ് ഓൺ നാട്യശാസ്ത്ര ബൈ ഭരതമുനി, നോ സ്ട്രിക്ട് റൂൾസ് അബൌട്ട് ടൈം. സമയത്തെക്കുറിച്ച് അങ്ങനെ നിശ്ചിതമായൊരു നിയമമില്ല. സ്റ്റോറി ക്യാൻ കവർ മെനി ഡേയ്സ് ഓർ ഇയേഴ്സ്. പല വർഷങ്ങൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഒക്കെ കഥ തീരാം. നോ ഫിക്സ്ഡ് പ്ലേസ്, ഒരേ സ്ഥലം തന്നെ വേണമെന്നില്ല. ഒരു കഥ നടക്കുന്നത് ഭൂമിയിലായിരിക്കാം. നമ്മുടെ കാളിദാസാസ് ശകുന്തളം പോലെ കുറച്ച് കഴിയുമ്പോൾ കഥ നടക്കുന്നത് സ്വർഗത്തിലായിരിക്കാം. നോ പ്രോബ്ലം. നോ ഫിക്സ്ഡ് പ്ലേസ്. മൾട്ടിപ്പിൾ ആക്ഷൻസ്, മെയിൻ പ്ലോട്ട്, സബ് പ്ലോട്ട്, ഈസി കമ്പാരിസൺ. സോ ഗ്രീക്ക് ഡ്രാമയിൽ സ്ട്രിക്ട് റൂൾസ് ഉണ്ടായിരുന്നു, ടൈം, പ്ലേസ്, ആക്ഷൻ. ബട്ട് ഇന്ത്യൻ ഡ്രാമ ഫ്ലെക്സിബിൾ ആൻഡ് ഫ്രീ. നമ്മൾ അതുപോലെ നേരത്തെ കണ്ടതുപോലെ ട്രാജിക് എൻഡിങ്സ് ഗ്രീക്ക് ഡ്രാമയിലുണ്ട്. പക്ഷേ ഇന്ത്യൻ ഡ്രാമയിൽ കോമഡി മാത്രം. അതായത് കോമഡി എന്ന് വെച്ചാൽ കോമഡി എന്നുള്ളതല്ല, നമ്മൾ വെറുതെ പറയുന്ന കോമഡി അല്ല, പകരം കോമഡി എന്ന് വെച്ചാൽ ഹാപ്പി എൻഡിങ്, ട്രാജഡി എന്ന് വെച്ചാൽ സാഡ് എൻഡിങ്. ലാസ്റ്റ് വൺ, ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ട്രഡീഷൻസ്. ദീസ് ട്രഡീഷൻസ് ആഡഡ് മോറൽ ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ്. മോറൽ ആയിട്ടുള്ളത്, ധാർമ്മികവുമായിട്ടുള്ളതും ഫിലോസഫിക്കലുമായിട്ടുള്ള ഐഡിയാസ് ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ട്രഡീഷൻസിൽ നിന്ന് ആഡ് ചെയ്യപ്പെട്ടു. ദേ ഇൻഫ്ലുവൻസ്ഡ് ദ എത്തിക്കൽ മെസ്സേജ് ഓഫ് ഡ്രാമ ആൻഡ് എൻകറേജ്ഡ് ടീച്ചിങ്സ് അബൌട്ട്. അവരെന്ത് ചെയ്തു? ഇതിൻ്റെ ഇൻഫ്ലുവൻസ്, ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും സ്വാധീനം കാരണം എത്തിക്കൽ, ധാർമ്മികമായ സന്ദേശങ്ങൾ നാടകത്തിലേക്ക് വരികയും എൻകറേജ്ഡ് ടീച്ചിങ്സ് അബൌട്ട് റൈറ്റ് കണ്ടക്ട് ആൻഡ് ലൈഫ് വാല്യൂസ്. എന്താണ് റൈറ്റ്? ശരിയായിട്ടുള്ളതായ കോണ്ടാക്റ്റും സ്വഭാവവും, ലൈഫ് വാല്യൂസ്, ജീവിത മൂല്യങ്ങളെ കുറിച്ചും ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ട്രഡീഷൻസിൽ നിന്നുള്ള സ്വാധീനങ്ങൾ എങ്ങോട്ട് കടന്നു വന്നു? ഇന്ത്യൻ ഡ്രാമയിലേക്ക് കടന്നു വന്നു. കൺക്ലൂഷൻ, ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമ is a blend of many traditions: Vedic, epic, theoretical and religious. All these influences together created a rich and diverse dramatic tradition that is both artistic and meaningful. അതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Discuss the different literary influences on Indian classical drama. Okay.